വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഹൈക്കോടതിയിൽ നിന്ന് വരുന്നു. ശബരിമല കൊടിമര പുനർനിർമ്മാണ ക്രമക്കേട് കേസ് അവസാനിപ്പിക്കുന്നു ഹൈക്കോടതി. കേസെടുക്കാൻ തെളിവില്ലെന്ന് വിജിലൻസ് അറിയിച്ചു. വിജിലൻസ് റിപ്പോർട്ട് പരിഗണിച്ചാണ് ഈ നടപടി. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, ഇത് UDF ഭരണകാലത്തെ അന്നത്തെ ഭരണസമിതിക്ക് വലിയ ആശ്വാസം നൽകുന്ന കാര്യം കൂടിയാണല്ലോ. എന്താണ് കോടതി ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്ന നിലപാട്? വിജിലൻസ് എന്താണ് കോടതി പറഞ്ഞത്? സജിത്ത് 30 ദിവസത്തിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കണമെന്നായിരുന്നു വിജിലൻസിനെ കോടതി അസൈൻ ചെയ്തിരുന്നത്. അങ്ങനെയായിരുന്നു. അതിനുശേഷം അതായത് വഴിപാടായി ലഭിച്ച സ്വർണവും പുനഃപ്രതിഷ്ഠയ്ക്ക് ഉപയോഗിച്ചിരുന്ന സ്വർണവും ഈക്വൽ അളവിൽ തന്നെയാണെന്ന് വിജിലൻസിനെ കണ്ടെത്താനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ UDFന്റെ ഭരണസമിതി ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് ഈ കൊടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ആരോപണം ഉയർന്നു വന്നത്. അതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി തന്നെ ആ സമയത്ത് വലിയ വിമർശനമാണ് ഉന്നയിച്ചിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ ക്രമക്കേട് നടന്നിട്ടുണ്ട്. ആ ക്രമക്കേട് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് വിജിലൻസിന് ഇതിന്റെ അന്വേഷണ ചുമതല ഏൽപ്പിക്കുന്നതും. അങ്ങനെ വിജിലൻസ് അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ ഇന്ന് മുദ്രവെച്ച കവറിലാണ് ഹൈക്കോടതിയിൽ ഇതിന്റെ വിശദാംശങ്ങൾ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. എന്തായാലും കൊടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ക്രമക്കേട് നടന്നിട്ടില്ല എന്നുള്ള കണക്കാണ് നിലവിലുള്ളത്. അത് നടന്നിട്ടില്ല എന്ന് തന്നെയാണ് വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലുള്ളത്. റിപ്പോർട്ട് ഹൈക്കോടതി അംഗീകരിച്ചിട്ടുണ്ട്. വിഷയം ഹൈക്കോടതി തീർപ്പാക്കിയിട്ടുണ്ട്. സജിത്ത്, അതായത് ഇത് ഒരു തെരഞ്ഞെടുപ്പ് കാലത്താണ് ഈ വിഷയം ഉയർന്നു വരുന്നത്. അതായത് ഈ ശബരിമല സ്വർണ്ണമോഷണ വിവാദത്തിൽ UDFനെ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയ ഒരു കാര്യമായിരുന്നല്ലോ കൊടിമര പുനർനിർമ്മാണം. അതിന്റെ ഭാഗമായിട്ടാണ് ഈ വാജിവാഹനം തന്ത്രിക്ക് കൈമാറുക അടക്കമുള്ള നടപടികളും ഉണ്ടായത്. എന്തായാലും ഇതിൽ ക്രമക്കേടുകൾ ഒന്നും തന്നെ ഇല്ല എന്ന് വിജിലൻസ് റിപ്പോർട്ട് തന്നെ വരുമ്പോൾ അത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് UDFന് വലിയ ആശ്വാസം കൂടിയായി മാറുകയല്ലേ? തീർച്ചയായിട്ടും സജിത്ത്, 412 ഗ്രാം സ്വർണമാണ് ഈ കൊടിമര നിർമ്മാണത്തിനായിട്ട് സംഭാവന ലഭിച്ചത്. ആ മുഴുവൻ സ്വർണവും കൊടിമരത്തിന്റെ പുനർനിർമ്മാണത്തിന് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല, അത് വാജിവാഹനം അതുപോലെ അഷ്ടദിക്പാലകരുടെ നിർമ്മാണത്തിനും ആണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. സംഭാവന നൽകിയ നടന്മാരടക്കം 23 പേരുടെ മൊഴിയും ഇതിനകം വിജിലൻസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം 4 പേരുടെ വിവരങ്ങൾ കണ്ടെത്താനായിട്ടില്ല എന്നുള്ള കാര്യവും കോടതിയെ വിജിലൻസ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും സജിത് സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ UDFനെതിരെ പ്രത്യേകിച്ച് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ഉയരുന്നതിനിടെ LDF സർക്കാരിനെതിരെ അത് വലിയ പ്രചാരണ ആയുധമായി UDF ഉപയോഗിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടി UDFനെതിരെ ഇത്തരത്തിലുള്ള ഒരു കോടതിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു ഈ കേസ് തീർപ്പാക്കുന്ന നടപടിക്രമങ്ങളിലേക്ക് കടന്നു തന്നെ UDFന് വലിയ ആശ്വാസമാണ് എന്ന് വേണം പറയാൻ. പ്രത്യേകിച്ചും UDF ഭരണസമിതി ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഉയർന്നിരുന്ന ഒരു വലിയ ആരോപണമായിരുന്നു ഇത് ക്രമക്കേട് ഉണ്ടെങ്കിൽ കണ്ടെത്തണമെന്ന് തന്നെയായിരുന്നു കോടതി വിജിലൻസിനോട് ആവശ്യപ്പെട്ടത്. ആ ഒരു സാഹചര്യത്തിലാണ് വിജിലൻസ് ഇത് അന്വേഷിക്കുന്നതും അതേ തുടർന്ന് വിജിലൻസിന്റെ കണ്ടെത്തൽ റിപ്പോർട്ടാക്കി ഇന്ന് കോടതിയിൽ സമർപ്പിച്ചത്. എന്തായാലും കോടതിയിൽ മുദ്രവെച്ച കവറിലാണ് വിജിലൻസ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇതിന്റെ വിശദാംശങ്ങൾ സമർപ്പിച്ചിട്ടുള്ളത്. ഒപ്പം ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട അടുത്ത ഇടക്കാല റിപ്പോർട്ട് ഇന്ന് കോടതിയിൽ എത്തിയിരുന്നല്ലോ. ഈ റിപ്പോർട്ടിലാണോ ഈ പുനർനിർമ്മാണം സൂചിപ്പിക്കുന്നത്? മറ്റ് നേരത്തെ നടക്കുന്ന ഈ 2 കട്ടളപ്പാടി അടക്കമുള്ള ക്രമക്കേട് കേസിലെ അന്വേഷണം അത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ എന്തെങ്കിലും കോടതിയുടെ പരിഗണനയിൽ വന്നിട്ടുണ്ടോ? യെസ്, എന്തായാലും ശബരിമലയിലെ സ്വർണ്ണമോഷണ കേസ് അന്വേഷിക്കുന്നതിൽ സുപ്രധാനമായൊരു നീക്കമാണ് ഉണ്ടാവുന്നത്. അതായത് ഈ കൊടിമര പുനർനിർമ്മാണ കേസിൽ തെളിവുകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വിജിലൻസിൻ്റെ തന്നെ അന്വേഷണ റിപ്പോർട്ട്. ഇത് പരിഗണിച്ചുകൊണ്ടാണ് ഈ കേസ് ഇപ്പോൾ അവസാനിപ്പിക്കുന്നതായുള്ള ഹൈക്കോടതിയുടെ തീർപ്പ് നടപടി ഉണ്ടാവുന്നത്. അത് സുപ്രധാനമാണ്. UDFനെ സംബന്ധിച്ച് അത് ആശ്വാസം നൽകുന്നത് കൂടിയാണ് എന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഉണ്ടാവുന്നുണ്ട്. ഇതിനിടയിൽ ഇന്ന് കോടതിയിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി നടക്കുന്നുണ്ട്. ഈ സ്വർണ്ണക്കവർച്ച കേസിലെ ഇടക്കാല റിപ്പോർട്ട് ഇന്ന് SIT ഇന്ന് കോടതിയുടെ മുന്നിൽ കൊണ്ടുവരുന്നുണ്ട്. പരിശോധനാ ഫലം, അതായത് ഈ ജാംഷഡ്പൂരിലെ നാഷണൽ മെറ്റലർജിക്കൽ ലാബിൽ നിന്നുള്ള സ്വർണ്ണപ്പാളികളുടെ പരിശോധനാ ഫലം ഇതുവരെ ലഭ്യമാച്ചിട്ടുമില്ല. ഇങ്ങനെയുള്ള വിവരങ്ങളുമുണ്ട്. ഇതിപ്പോൾ അജയ് തറയിൽ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഒരു ശബ്ദ സംപ്രേഷണം ഒന്നും നേടാൻ കഴിഞ്ഞില്ല. യെസ്, അജയ് തറയിലാണ് സംസാരിച്ചത്. അതായത് അജയ് തറയിലിനെ സംബന്ധിച്ച് വലിയ ആശ്വാസം നൽകുന്നതാണ്. കാരണം അദ്ദേഹം അംഗമായിരുന്ന ഒരു ഭരണസമിതിയാണ് ഈ പുനർനിർമ്മാണം നടത്തിയിരിക്കുന്നത്. അന്ന് ആ നീക്കങ്ങളും ഇടപാടുകളും ഒക്കെ വലിയ വിവാദമായിരുന്നു. കാരണം
പക്ഷേ ഈ അന്വേഷണത്തിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് വിജിലൻസ് പറയുന്നു. പ്രത്യേകിച്ച് ഇടതു സർക്കാരിൻ്റെ കാലത്ത് നടന്ന ഒരു വിജിലൻസ് അന്വേഷണമാണ്. ആ അന്വേഷണത്തിനും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ശബരിമല കൊടിമര പുനർനിർമ്മാണ കേസിൽ വലിയ ആശ്വാസമാണ് അന്നത്തെ UDF ഭരണസമിതിക്ക് ഉണ്ടാവുന്നത് എന്നതുകൂടിയാണ് പ്രധാനപ്പെട്ട കാര്യം. ആജ്ഞ, നേരത്തെ ചോദിച്ചു വന്നത് ഈ സ്വർണ്ണമോഷണം സംബന്ധിച്ച് ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസിലെ അന്വേഷണ റിപ്പോർട്ട് SITയുടെ അടുത്ത റിപ്പോർട്ട് കൂടി ഇന്ന് കോടതിയുടെ പരിഗണനയ്ക്ക് വരികയാണല്ലോ. ആ റിപ്പോർട്ട് കോടതിയുടെ പരിഗണനയ്ക്ക് സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടോ? അതിൻ്റെ എന്തെങ്കിലും വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാവുന്നുണ്ടോ? സജിത്ത്, സ്വമേധയാ സ്വീകരിച്ച ഹർജി ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം SIT ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. SIT തലവൻ SP ശശിധരനാണ് ഇന്ന് നേരിട്ട് കോടതിയിൽ ഹാജരാക്കിയാണ് അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട ഈ കുറ്റപത്രം നൽകുന്നതിൽ നേരിട്ട് SIT തലവൻ തന്നെ ഈ വിശദീകരണം നൽകുമെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ അറിഞ്ഞിരുന്നത്. പിന്നീട് SP ശശിധരനാണ് ഈ റിപ്പോർട്ടുമായി കോടതിയിൽ ഹാജരായിട്ടുള്ളത്. ജംഷഡ്പൂരിലെ നാഷണൽ മെറ്റലർജിക്കൽ ലാബിൽ നിന്നുള്ള സ്വർണ്ണപ്പാളികളുടെ പരിശോധന ഫലം ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യം കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കൂടുതൽ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് വേണ്ടി കൂടുതൽ സമയം തേടാനാണ് SIT നീക്കമെന്നാണ് അറിയുന്നത്. ഈ 31-ാം തീയതി, ഈ മാസം അവസാനം അന്തിമ അന്വേഷണ റിപ്പോർട്ട് നൽകാമെന്നായിരുന്നു SIT നേരത്തെ കോടതിയിൽ അറിയിച്ചിരുന്നത്. SITയുടെ പ്രതീക്ഷയും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഈ അന്തിമ റിപ്പോർട്ട് കിട്ടാത്ത, അതായത് ജംഷഡ്പൂരിലെ ലാബിൽ നിന്നുള്ള സ്വർണ്ണപ്പാളികളുടെ പരിശോധന ഫലം ലഭിക്കാത്തത് കൊണ്ട് കുറ്റപത്രം കൂടുതൽ സമർപ്പിക്കാൻ കൂടുതൽ സമയം ചോദിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഞാൻ മടങ്ങി വരാം. VD